പഹൽഗാം ഭീകരാക്രമണത്തിൽ 26 നിരപരാധികളുടെ ജീവൻ അപഹരിച്ച കൊടും ഭീകരന്മാരിൽ ഒരു ഭീകരന്റെ കഥ കഴിച്ച് സുരക്ഷാസേന. കൊടും ഭീകരൻ ആസിഫ് ഷേഖിനെയാണ് സുരക്ഷാസേന ഇപ്പോൾ തിരഞ്ഞുപിടിച്ച് വധിച്ചത്. ഇന്ന് രാവിലെ ത്രാൽ അവന്തിപുര മേഖലയിൽ നടന്ന ശക്തമായ ഏറ്റുമുട്ടലിലാണ് ആസിഫ് ഷേഖ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. നിരപരാധികളെ മതം ചോദിച്ച് നിറയൊഴിച്ചവരുടെ കൂട്ടത്തിൽ ഇയാളും ഉൾപ്പെടുന്നു എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു കാര്യം നടന്നിരിക്കുന്നത്. ഇതിൽ പ്രതിയായ കൊടും ഭീകരന്മാരെ എല്ലാം തന്നെ ഇന്ത്യ നോട്ടമിട്ട് വെക്കുകയും ലക്ഷ്യസ്ഥാനത്ത് തന്നെ കൊള്ളിക്കുകയും അവരെ എല്ലാം തന്നെ കാലപുരിക്ക് അയക്കുകയും ചെയ്തിരുന്നു. ഒരിക്കൽ പോലും കൊല്ലപ്പെട്ടവരോട് ഈ കൊടും ഭീകരന്മാർ പേരോ മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ തിരക്കിയിരുന്നില്ല. എന്നാൽ അവർ ആകെ ചോദിച്ചതാകട്ടെ മതം ഏതായിരുന്നു എന്നതാണ്. ഈ ഭീകരന്മാർ ചെയ്ത അരും കൊലയ്ക്കുള്ള മറുപടിയായിരുന്നു ഇവരുടെ കുടുംബങ്ങളിൽ പോയി മുച്ചൂടും ഇന്ത്യ തകർത്തതും. ഇപ്പോൾ ജമ്മു കാശ്മീർ പോലീസും CRPF സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് ഭീകരനെ വധിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ ത്രാൽ അവന്തിപുര മേഖലയിൽ നടന്ന ശക്തമായ ഏറ്റുമുട്ടലിലാണ് ആസിഫ് ഷേഖ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഭീകരർ ഒളിച്ചിരിക്കുന്നത് എന്നത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സുരക്ഷാ സേന പ്രദേശം വളയുന്നത്. അതുപോലെ തന്നെ 2 ഭീകരരെ കൂടി ഇന്ത്യ വധിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അമീർ നാസിർ ഭാനി അതുപോലെ യവർ അഹമ്മദ് ഭട്ട് എന്നീ ഭീകരന്മാരെയാണ് സൈന്യം വധിച്ചത്. ഈ ഭീകരന്മാർക്ക് പഹൽഗാം കൂട്ടക്കൊലയുമായി നേരിട്ട് ബന്ധമില്ല എന്നാണ് വിവരം ലഭ്യമാകുന്നതും. അതേപോലെ തന്നെ ആസിഫ് ഷേഖ് ആകട്ടെ പുൽവാമ സ്വദേശിയാണ്. ഇയാളുടെ വീട് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് സൈന്യം തകർക്കുകയും ചെയ്തിരുന്നു. ഭീകരർ സ്ഥലത്തുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സൈന്യം ഓപ്പറേഷൻ നടത്തിയതും. മെയ് 12 മുതൽ ആസിഫ് ഷേഖ് ഈ മേഖലയിൽ തന്നെ താവളം ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. ഏറ്റുമുട്ടലിനെ തുടർന്ന് ത്രാൽ മേഖലയിലെ ജനങ്ങൾക്ക് സൈന്യം മുന്നറിയിപ്പ് നൽകി വരികയായിരുന്നു. വീടുകളുടെ ഉള്ളിൽ തുടരണമെന്നും പുറത്തിറങ്ങരുതെന്നുമാണ് നിർദ്ദേശം നൽകിയതും. 48 മണിക്കൂറിനുള്ളിൽ രണ്ടാമത്തെ ഏറ്റുമുട്ടലാണ് നടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിലെ ഷോപ്പിയാൽ സുരക്ഷാ സേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ 3 ഭീകരർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ആദ്യം കുൽഗാമിൽ ആരംഭിച്ച ഏറ്റുമുട്ടൽ പിന്നീട് ഷോപ്പിയാനിലെ വനപ്രദേശത്തേക്ക് നീങ്ങുകയാണ് ചെയ്തതും. ഏപ്രിൽ 22-ന് 26 പേർ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ജമ്മു കാശ്മീരിൽ നിരവധി സൈനിക നീക്കങ്ങൾ പതിവായി തന്നെ നടക്കുന്നുണ്ട്. ഭീകരാക്രമണത്തിന് മറുപടിയായി തന്നെ മെയ് 7-ന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിക്കുകയും ചെയ്തിരുന്നു. പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യ ആക്രമണം നടത്തിയതും. തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സംഘർഷം രൂക്ഷമായി. പിന്നാലെ തന്നെ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും നടന്നു. മെയ് 10-ന് ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ കരാർ ധാരണയിലെത്തി. അതേപോലെ തന്നെ ഞായറാഴ്ച വൈകുന്നേരം 5 മുതൽ കര, വ്യോമ, നാവിക അതിർത്തിയിലെ എല്ലാ സൈനിക നടപടികളും നിർത്തിവെക്കാൻ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ കരാർ പ്രാബല്യത്തിൽ വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പാകിസ്ഥാൻ കരാർ ലംഘിക്കുകയും ചെയ്തിരുന്നു. അതേസമയം ജമ്മു വഴി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച 7 ഭീകരരെ സുരക്ഷാ സേന വധിച്ച വാർത്തകളടക്കം പുറത്തു വന്നിരുന്നു. ജമ്മുവിലെ സംബ സെക്ടറിൽ സമീപത്താണ് സംഭവം നടന്നത്. പാകിസ്ഥാൻ റേഞ്ചർമാരുടെ സഹായത്തോടു കൂടി തന്നെ ഭീകരർ ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ചത് വ്യക്തമായിട്ടുണ്ട്. ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയിലെ അംഗങ്ങളാണ് കൊല്ലപ്പെട്ടതും. പാകിസ്ഥാൻ ചെക്ക് പോസ്റ്റും അതിർത്തി സുരക്ഷാ സേന തകർത്തു. നുഴഞ്ഞുകയറ്റ ശ്രമം തടഞ്ഞുവെന്ന തരത്തിൽ വാർത്തകൾ നേരത്തെ പുറത്തു വന്നെങ്കിൽ പോലും സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. തിരച്ചിലിനിടയിലായിരുന്നു അതിർത്തിയിലേക്ക് അതിന് സമീപത്തായി ഭീകരരെ കണ്ടെത്തിയതും. തുടർന്ന് സുരക്ഷാ സേന വെടിയുതിർക്കുകയായിരുന്നു ചെയ്തതും. പാക് സൈന്യത്തിന്റെ ചെക്ക് പോസ്റ്റ് തകർക്കുന്ന വീഡിയോ അടക്കം ഇന്ത്യൻ സൈന്യം പുറത്തുവിടുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.